ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ ഇടവും വലവും കുറച്ചധികം സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഉള്ളിലെല്ലാം വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല. അത്യാവശ്യം ഹോസ്പിറ്റലിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ മേടിച്ചിട്ട്. കാരണം ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ മേടിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ അത് അലൗഡ് അല്ല. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഡെറ്റോളിൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ വരാനെന്ന്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഗൈസ് ഇതൊക്കെ. ഒന്നാമത്തെ കാര്യം മഴ വിചാരിച്ച് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മാതിരി മഴ. പോയി ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കടയിൽ കിട്ടിയില്ലെങ്കിൽ വേറെ കടയിൽ പോകണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബേബി ഷോപ്പ് ഒന്നുണ്ട്. ഫസ്റ്റ് ക്രൈ കുറച്ച് പോകണം ദൂരയിലോട്ട്. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കും. പ്രത്യേകിച്ച് ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ മേടിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടാൻ ഇവിടെ കുറച്ച് പോസിബിലിറ്റീസ് കുറവാണ്. അപ്പോൾ അലയണം. പിന്നെ ഈ മഴയൊക്കെ ആയിട്ട് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ, നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റ് ക്രൈഡ് ആപ്പിൽ നിന്നും ബേബി ഷോപ്പിൽ നിന്നാണ് ഞാൻ ഫുൾ സാധനവും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. കാരണം അവരുടെ പ്രൊഡക്ട്സ് അത്രയും ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സെലക്ട് ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഇത് ഫുള്ള് സാധനം ഓരോ ഡേയ്സിലായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഫുള്ള് വന്ന് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ് മിസ്. അപ്പോൾ ലെറ്റ്സ് അൺബോക്സ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് കാരണം എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്നുള്ള തോന്നി. ഞാൻ എന്ത് മേടിക്കും എന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അത്യാവശ്യമെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കുറേ പേരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോസുകൾ കണ്ട് കുറേ റെഫർ ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് ആക്കിയത്. അപ്പോൾ അതിൽ ഹോസ്പിറ്റൽ ബാഗിൽ മെയിൻ വേണ്ട ഒരു സാധനമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ഓർഗനൈസർ ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് മാത്രം ഞാൻ മീഷോയിൽ നിന്ന്, കാരണം ഇതൊരു കവറാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ ബോധം പോലും കാണത്തില്ല, എവിടെ എന്താ വെച്ച് ഓർമ്മ പോലും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ അത്യാവശ്യം എടുക്കേണ്ടത് ഇങ്ങനെ അതിലാക്കി പാക്ക് ചെയ്തിട്ട് നമുക്ക് ബാഗിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേര് നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കാം. എല്ലാം കൂടെ തപ്പണ്ട. അപ്പം ഇത് ആ ഒരു സംഭവമാണ്. പ്രൊഡക്ട്സ് സെപ്പറേറ്റ് വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഓർഗനൈസർ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു കവറാണ് കേട്ടോ. സിബും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാനും ഒക്കെ. നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്ന് ഫസ്റ്റ് ക്രൈഡ് തന്നെ ഒരു ബോക്സ് ആണ് കേട്ടോ. ഇത് എനിക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ വേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് മേടിച്ചാണ്. പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കുഞ്ഞിനിപ്പോൾ വാക്സിൻ എടുക്കാനും ഹോസ്പിറ്റലിൽ ആഫ്റ്റർ ഡെലിവറി കൊണ്ടുകൊണ്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ബ്രസ്റ്റ് പമ്പ്. ഈ സംഭവം ഞാൻ കുറേ കൺഫ്യൂസ്ഡ് ആയിട്ട് മേടിച്ചൊന്നാണ് കേട്ടോ. മേടിക്കണോ വേണ്ടേ എല്ലാ സ്ഥലത്തും ഫീഡ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കിട്ടണമെന്നില്ല, നമുക്ക് കംഫർട്ട് ആവണമെന്നില്ല. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ഇത് ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആകുമെന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഞാൻ അത്യാവശ്യം റേറ്റ് കുറവിലും മാനുവൽ ആയിട്ടുള്ളൊരു ബ്രസ്റ്റ് പമ്പ് നല്ല ബ്രാൻഡ് നോക്കി കുറേ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിൽ ചെന്ന് എത്തി. ഫിലിപ്സിൻ്റെ ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഫിലിപ്സിൻ്റെ ബ്രസ്റ്റ് പമ്പാണിത്. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് പമ്പ്. ഇത് ഞാനിത് മേടിച്ചപ്പോൾ ഈ ബോട്ടിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടിയിട്ട്. ബോട്ടിലിൻ്റെ കൂടെ കുഞ്ഞ് ഫീഡ് ചെയ്യാൻ കൊടുക്കേണ്ട ഒരു ബോട്ടിലും കൂടെ
കാണുമെന്ന് വിചാരിച്ചു. അതെനിക്കില്ലായിരുന്നു കേട്ടോ, ഞാൻ സെപ്പറേറ്റ് മേടിക്കുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 2 hours later. ഫൈനലി കണ്ട. അപ്പോൾ ഇത് ഒരു ഇത് വരുന്നുണ്ട്, കുഷ്യൻ, നമുക്ക് പൊടി കയറാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കാൻ. ഇത് എന്നിട്ട് നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ കണ്ടില്ല, ഇത് ചെറിയൊരു ബോട്ടിലാണ് ക്വാണ്ടിറ്റി. എന്നിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാം. നമുക്കിത് ഇതിൽ നടക്കുന്നത് ഇത്രയും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇത് വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത് അതിൻ്റെ കൂടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇല്ല എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫിലിപ്സിൻ്റെ തന്നെ ആ സെയിം സൈസിൽ വരുന്ന ഒരു ബോട്ടിൽ മേടിച്ച് വെച്ച്. കാരണം ഒരു എക്സ്ട്രാ ബോട്ടിൽ ഇരിക്കുന്നത് നല്ലതാണ്. ഇതിന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇതാണ് ബോട്ടിൽ കേട്ടോ. എനിക്ക് വേറെ ബോട്ടിലുകൾ നോക്കിയിട്ട് എനിക്ക് അത്രയും കംഫർട്ട് ആയില്ല. കാരണം കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടണം. അപ്പോൾ ഇത് ഞാൻ കുറേ നോക്കി. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു മോഡലിലാണ് വന്നേക്കുന്നത് സംഭവം, ടിപ്പും കാര്യങ്ങളും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നത് കുഞ്ഞിൻ്റെ സ്വാഡിലാണ് കേട്ടോ. നമുക്ക് മെയിൻ കുഞ്ഞിന് കവർ ചെയ്യേണ്ട സ്വാഡിൽസ് ആണ് അത്യാവശ്യം. അപ്പം ഒരു 2 കോട്ടൻ്റെ സ്വാഡിൽസ് ഞാൻ മേടിച്ചൊരു മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ഒരു 2 കോട്ടൻ്റെ സ്വാഡിൽസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു 2 കട്ടിയുള്ള ടൈപ്പ് ഓഫ് സ്വാഡിൽസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു പാക്കിങ്ങിൽ പിങ്ക് റാബിറ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. കണ്ടില്ല, ക്യാപ്പ് ടൈപ്പ് ആയിരുന്നു. അതും മെറ്റീരിയൽ കണ്ടില്ലേ, ഇത് ഇങ്ങനെയും പുറമെ ഈ ടൈപ്പ് ഓഫ് വരുന്ന ഒരു വലിയൊരു ടർക്കി. നമുക്ക് പിന്നെ റാപ്പ് ചെയ്യാം, ഇങ്ങനെ കയ്യിൽ കൊണ്ടുപോകാം. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്പർ 3 ഇതാണ് കേട്ടോ. ഇത് മോംസ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ തന്നെ ഡ്രൈ ഷീറ്റാണ്. ഞാനൊക്കെ ആയിരുന്നു അപ്പോൾ റബ്ബർ ഷീറ്റ് ആയിരുന്നു. ഇപ്പം നമുക്ക് മെറ്റീരിയൽ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ വന്നിട്ട് ഉള്ളിൽ ഷീറ്റ്. മിക്കവാറും ഇപ്പം യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പം ഇതൊന്ന്, ഇതെല്ലാം ഡെറ്റോളിൽ കഴുകിയോണ്ട് തന്നെ നല്ല ഡെറ്റോളിൻ്റെ മണം. ഇതെല്ലാം കഴുകി അതേപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അത് ഈ ഒരു കളറുമാണ് ഞാൻ മേടിച്ചത്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടൺ സ്വാഡിൽസ്. ഇത് ഞാനൊരു 2 മേടിച്ചിട്ടുള്ളൂ. ബാത്ത് ടവലായിട്ടും നമുക്ക് സ്വാഡിൽ ചെയ്യാനും യൂസ് ചെയ്യാം. ഇത് കഴുകിയെല്ലാം വെച്ചേക്കുവാണ്. ഇത് ഈ 2 പ്രിന്റ് കണ്ടല്ലേ, അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള സ്വാഡിൽസ്. ഈ ഒരു പ്രിന്റിൽ ഇതിലെന്തൊക്കെയാണ് ഉണ്ട്, ബോളും ആമയും മുതലയും ആനയും ജിറാഫും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ മസ്ലിനാണ് നോക്കിയത്, കുറച്ചുകൂടെ നല്ലത് അതല്ലേ. പക്ഷേ ഞാൻ മസ്ലിനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, കോട്ടൻ്റെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്ലിനാണ് ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് വന്നപ്പോൾ കോട്ടനാണ്. പിന്നീട് ഞാനത് ചെക്ക് ചെയ്തപ്പോഴാണ് അത് മസ്ലിൻ്റെ വേറെയാണ് കിടക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് കോട്ടൺ ആയിരുന്നു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതെന്താണെന്ന് നോക്കാം. 2 പാറ്റേണിൽ വരുന്ന ബട്ടൺസ് വരുന്ന 2 ടീഷർട്ടാണ് കേട്ടോ. നല്ല പാക്കിങ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കണ്ട ബേബി ഹഗിൻ്റെ ആണ് പ്രൊഡക്റ്റ്. ഫസ്റ്റ് ക്രൈയിൽ മിക്കതും ബേബി ഹഗിൻ്റെ ആണ് കേട്ടോ. ഞാൻ നമുക്ക് ഗേളാണ്, സോ ഞാൻ എല്ലാം ഗേളിഷ് ടൈപ്പ് ഓഫ് ഡ്രസ്സ് അല്ല ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ മിക്കതും ഞാൻ അതായത് ഞാൻ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ പാറ്റേൺ കണ്ടില്ലേ, ബട്ടൺസ് വരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ന്യൂ ബോണിൻ്റെ സൈസിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആവണം. ഇതിൽ കൊള്ളാന്നുള്ള ആളുണ്ടാന്നുള്ളത് കണ്ണറിയാം. ഈ ഒരു കളറും ഡ്രസ്, എൻ്റെ ഷാളിനേലും കുറച്ചുകൂടെ ലൈറ്റ് കളർ
അതിൻ്റെ അകത്ത് നൂലുണ്ട്. ഇത് മറ്റേ ബിബാണ്. ബിബ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ന്യൂ ബോൺ ആണ് സൈസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഡിന്നർ ടൈം, ലഞ്ച് ടൈം ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഈ 3 ബിബ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ കുഞ്ഞിനിങ്ങനെ ഇട്ട് കൊടുക്കാം. കുഞ്ഞിൻ്റെ ദേഹത്തൊന്നും പാലിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല. ഇതിൽ കിടന്നോളൂ. ഇത് കണ്ടില്ലേ, ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിലാവത്തില്ല. എന്നിട്ട് ഇതിട്ടിട്ട് ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്താൽ അവിടെ നിന്നോളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇത് സോവാന എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണ് ഉണ്ടാവുക. ഇതാണ് കുട്ടിക്ക് വേണ്ട ബർപ്പ് ക്ലോത്ത്. നമുക്കിപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിടത്തുമ്പോൾ നമ്മൾ ഡ്രസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്ലോത്ത് ഇട്ടിട്ട് നമുക്ക് കുട്ടീനെ ബർപ്പ് ചെയ്താൽ ആ ക്ലോത്തിൽ ആയിക്കോളും. നമ്മുടെ ഡ്രസ്സിലൊന്നും ആവില്ല കേട്ടോ. 5 ലെയർ എന്തോ വരുന്നുണ്ട് കേട്ടോ. മസ്ലിനാണ് ക്ലോത്ത്, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിലാവത്തില്ല, ഇതിലായിക്കോളും. ഇത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാലോ. അപ്പോൾ വേഗം തീർക്കട്ടെ. ഞാൻ പറയുന്ന കേൾക്കുവാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ വീഡിയോ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. സൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കാം. പിന്നെ വരുന്നതേ ഇത് ഞാൻ 2 എണ്ണം ഇപ്പം തൽക്കാലം മേടിച്ചിട്ടുള്ളു. കുഞ്ഞിൻ്റെ ക്യാപ്പും മിറ്റൻസും സോക്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ വേറെ പിന്നീട് ഓർഡർ ചെയ്യാം. ഇപ്പം അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 2 എണ്ണം മാത്രമേ ഉള്ളൂ ഞാനിത് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ വൈറ്റാണ് സംഭവം. നല്ല ഇതാണ് കുട്ടി സോക്സ്. ഇതിൽ കയറേണ്ട കാല് കാണുമെന്ന് എനിക്കറിയില്ല. മിറ്റൻസ് കയ്യിൽ, കുഞ്ഞിൻ്റെ 2 കയ്യിലിടാൻ. കാരണം കുഞ്ഞിൻ്റെ നഖം തന്നെ കുഞ്ഞിനെ കൊണ്ട് സേനാവണ്ട. ഇപ്പം മിക്ക പിള്ളേർക്കും യൂസ് ചെയ്യുന്നതാണ്. അവരിപ്പോൾ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞ് ഇവിടുത്തെ ടെമ്പറേച്ചർ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് സെറ്റ് ആവണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും കുഞ്ഞിനെ ആ ഒരു വാം ഫീൽ കൊടുത്തോണ്ടിരിക്കണം. അപ്പം ഇതൊക്കെ നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതൊരു 3 ഡ്രസ്സാണ് കേട്ടോ. ഇതേ സ്ലീവ്ലെസ് വരുന്ന 3 ബട്ടൺസ് വരുന്ന തന്നെ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. ടെഡി ബിയർ ഒക്കെ ഉള്ള നല്ലൊരു ക്യൂട്ട് ഡ്രസ്. പിന്നെ അത് ഈ ഒരു കളറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ 2 എണ്ണം വരുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിക്കാം. ഒന്ന് നമ്മുടെ ബേബീനെ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡ്രസ്സ് മേടിച്ചാൽ ലാസ്റ്റ് ഞാൻ കാണിക്കും. ഇത് എനിക്ക് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഉമ്മയ്ക്ക് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം. വൈറ്റ് കുട്ടികൾക്ക് വെള്ള കുട്ടിയുടുപ്പ് വേണമല്ലോ. അപ്പം വെള്ള കുട്ടിയുടുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 5 സെറ്റായിട്ടുള്ളത് മേടിച്ച. ബട്ടൺസ് വന്നിട്ടുള്ളത്, ഈ ബട്ടൺസ് വരുന്ന ബേബി ഹഗിൻ്റെ തന്നെ. ഇതെല്ലാം ബേബി ഹഗിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പിങ്ക്, ഈ ഒരു ബ്ലൂ, ഈ ഒരു ഡാർക്ക് ബ്ലൂ, ഈ ഒരു യെല്ലോ, ഈ ഒരു പീച്ച് കളർ. ഈ പ്രൊഡക്റ്റ് കുട്ടിയുടെ ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. ഇതും ബേബി ഹഗിൻ്റെ ആണ്. അത്യാവശ്യം വലിയൊരു ബ്ലാങ്കറ്റാണ്. കണ്ടില്ലേ, നല്ല പന്നിക്കെട്ട് പോലത്തെ സാധനം. നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇത്രയും ലെങ്ത്, നല്ലൊരു വെൽ പാക്കിങ്ങിൽ. നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കെട്ട് വരുന്നുണ്ട്. നല്ലൊരു പാറ്റേണിൽ വരുന്ന ഒരു സ്വാഡിൽസ് ആണിത്. ക്യാപ്പ് കുഞ്ഞിനെ സ്വാഡിൽ ചെയ്തിട്ട് ഈ ഒരു സാധനം കൊണ്ട് റാപ്പ് കെട്ടി വെക്കും കേട്ടോ. ഞാനതിൻ്റെ റെഫറൻസ് പിക്കിന് അത് ഇവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം കൊടുത്തേക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വലിയൊരു ബോക്സാണ്. മദേഴ്സ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു ആഡാണ് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഒരു സെറ്റ് ഓഫ് വെറ്റ് വൈപ്സ് ആണ്. നമ്മൾ ഒരെണ്ണമായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ മുതലാവത്തില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കായതുകൊണ്ട് ഒട്ടും മുതലാവില്ല. അപ്പോൾ ഞാൻ അവരുടെ ബ്രാൻഡിൽ നിന്ന് എനിക്ക് 50% ഓഫർ ഉണ്ടായിരുന്നു. 1000 സംതിങ്ങിന് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ എനിക്കിത് വെറും 600 രൂപക്ക് കിട്ടിയ ഒരു 4 പീസ് വരുന്നുണ്ട്. ഒരു ബോക്സിൽ 72 വെറ്റ് വൈപ്സ് വരുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഉള്ള മാക്സിമം എടുക്കാതിരിക്കുക. 100% അല്ലെങ്കിൽ ഒരു 99% വാട്ടർ കണ്ടന്റ് ഉള്ള വൈപ്സ് എടുക്കുക. അപ്പോൾ അവരുടെ
ബ്രാൻഡിൽ വന്നിട്ടുള്ളൊരു കണ്ട മദർ സ്പാഷ് അവരുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ളൊരു വൈപ്സ് ആണ്. 4 എണ്ണം ഉണ്ട്. 4 എണ്ണം 600 സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓഫറിൽ കിട്ടിയതാണ് എനിക്കപ്പോൾ. അതിൻ്റെ കൂടെ അവരുടെ തന്നെ ഒരു ലോണ്ടറി ഡിറ്റർജൻറ്റ് ഫോർ ബേബീസ്, നിങ്ങളുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അൺസെൻറ്റഡ് ആയിട്ടുള്ള ബേബി ഷാമ്പു. ഇതെനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ബാസ്ക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഈ ബാസ്ക്കറ്റ് ഞാൻ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. മീഷോന്നൊരു 300 സംതിങ്ങിന് കുഞ്ഞിൻ്റെ ലോണ്ടറി ബാഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ബെഡ് സെറ്റ് ഓർഡർ ചെയ്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബാസ്ക്കറ്റ്. അതിൽ കുഞ്ഞിൻ്റെ ക്ലോത്ത്സും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത്. പക്ഷേ നമുക്ക് കുഞ്ഞിൻ്റെ അഴുക്ക് തുണികളും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വേറെ എക്സ്ട്രാ ഒരു ബാസ്ക്കറ്റ് വേണമെന്നാണ്. എനിക്കിത് ഞാൻ പണ്ട് കണ്ടപ്പോഴേ ഞാനിത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചൊരു പ്രൊഡക്റ്റാണ്. അതും നല്ല ക്വാളിറ്റിയിൽ നല്ല വേർത്തായിട്ട് 300 സംതിങ്ങിന് എന്തായാലും വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് കുളിപ്പിക്കാൻ യൂസ് ചെയ്യേണ്ട ഷാമ്പു ലോഷനൊക്കെ ഞാൻ കുറേ നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് സെബാമെഡും പിന്നെ അവീനോടെയും ആണ്. അപ്പം ഞാൻ സെബാമെഡ് മേടിക്കുന്നില്ല, അവീനോ യൂസ് ചെയ്ത് നോക്കാം. അവീനോ കുറച്ചും കൂടെ മോയ്സ്ചറൈസിങ് ക്രീമും സൂതിങ് ക്രീമും ബോഡി വാഷും കൂടെ ടിറ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെനിക്ക് ഒരു ബുക്കും കൂടെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, ഒരു നോട്ട് പാഡ്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ട് പാഡ്. ഇത് കണ്ടിട്ട് എഴുതാൻ തോന്നില്ല, അപ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഇതാണ് ഷാമ്പു ആയിട്ടും വാഷായിട്ടും നമുക്ക് കുഞ്ഞിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കുട്ടികളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഒരുപാട് കെമിക്കൽസ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ ബേബിക്ക് അത് പറ്റണമെന്നില്ല, പിന്നെ അത്ര നല്ലതുമല്ല. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതും, അതുപോലെ ഫ്രാഗ്രൻസ് ഫ്രീ, സ്മെല്ലില്ല, ജസ്റ്റ് വാട്ടർ പോലെ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കണ്ണിൽ പോയാലും എരിയത്തുമില്ല, പുകയത്തുമില്ല, ഒരു കുഴപ്പമില്ല. നമുക്കിത് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാം, ബോഡി വാഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ ചെറിയൊരു ബോട്ടിൽ മേടിച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ വലുത് മേടിച്ച് വെക്കണം. അവരുടെ തന്നെ ഒരു സൂതിങ് റിലീഫ് മോയ്സ്ചറൈസിങ് ക്രീം. ഇതും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതിൽ ഓട്സിൻ്റെ കണ്ടന്റുകൾ അടങ്ങുന്നുണ്ട്. ഇതാണ് സൂതിങ് ക്രീം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡെയിലി മോയ്സ്ചറൈസ് ചെയ്യുന്ന ലോഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്ന് ഇതെന്താണെന്ന് വെച്ചാൽ ഫേസ് ടവല്. ഒരു 5 സെറ്റ് വരുന്ന ഫേസ് ടവൽ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ്. ബേബി ഷോപ്പിൽ ഞാൻ നോക്കി. ബേബി ഷോപ്പിൻ്റെ ആപ്പിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് സാധനങ്ങളൊക്കെ. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്രൈയിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലും സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ബേബി ഷോപ്പിൽ നിന്ന് മേടിച്ചതിനേക്കാട്ടി കൂടുതലും ഞാനിപ്പോൾ കാണിച്ച ഈ മിക്ക പ്രൊഡക്റ്റും ഞാൻ ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇത് മസ്ലിൻ ക്ലോത്തിലാണ് വരുന്നത്. 5 ലെയർ വന്നിട്ടുള്ള ഫേസ് ടവല്. പല പ്രിന്റ്സിൽ വന്നിട്ടുണ്ട്. എനിക്കിത് ഈ പ്രിന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറി 5ാമത്തെ പ്രോഡക്റ്റ്. ഇത്രയും സെറ്റായിട്ടാണ് നമ്മൾ മേടിച്ചത്. 5 എണ്ണം വരുന്ന മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ സംഭവം. ഇതൊക്കെ അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കുട്ടികൾക്കുള്ള പാമ്പേഴ്സും അവിടെ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ട പാമ്പറും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ്. അതൊന്നും നമ്മളോട് മേടിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ട് നമ്മളൊന്നും കയ്യിൽ കരുതുന്നുണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് പ്രൊഡക്റ്റ് പാമ്പേഴ്സ്. ഇതും നമ്മൾ ഫസ്റ്റ് ക്രൈന്നാണ് കേട്ടോ മേടിച്ചത്. ന്യൂ ബോണിന് പറ്റിയിട്ടുള്ള പാമ്പേഴ്സാണ്. ബേബി ഹഗിൻ്റെ ആണ്. ബേബി ഹഗ് 22 ഡയപ്പർ വരുന്നുണ്ട്. ടേപ്പ് സ്റ്റൈലാണ് കേട്ടോ. എലാസ്റ്റിക് ടൈപ്പ് കുഞ്ഞുങ്ങളുടെ അരയുമായിട്ട് സെറ്റ് ആകുമെന്ന് അറിയില്ല, കാരണം പ്രത്യേകിച്ച് ന്യൂ ബോൺ അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ടേപ്പ് ആകുമ്പോൾ നമുക്ക് സൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ടേപ്പ് സ്റ്റൈലിൽ വരുന്ന ഒരു 22 പാക്കിൽ വരുന്ന ബേബി ഹഗിൻ്റെ പാമ്പേഴ്സും മേടിച്ചിട്ടുണ്ട്. പിന്നെ ലോണ്ടറി ബാസ്ക്കറ്റ് കുഞ്ഞിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും മീഷോയിൽ നിന്ന് എനിക്കെന്തോ ഭാഗ്യത്തിന് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും പൊളിയായിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഈ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ട്. മെയിൻ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി.
ഇതും ഫസ്റ്റ് ക്രൈയിൽ തന്നെ മേടിച്ചിട്ടുള്ള കുഞ്ഞിനെ വീട്ടിൽ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൽ കൊള്ളാനുള്ള ആളുണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല ഷോക്സ് ഒക്കെ ആയിട്ട് കണ്ടില്ലേ, നല്ല സെറ്റ് ഈ ഒരു പാറ്റേണിൽ വരുന്ന നല്ല തുണിയിൽ 3 ബട്ടൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെയും ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ലൊരു ക്യൂട്ടൊരു ഡ്രസ്സാണ്. ഇതിട്ടിട്ട് വേണം കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ. ഡിസ്ചാർജ് ചെയ്യുന്ന അന്നത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും മേടിച്ചില്ല, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ഒരു സാധനം ഉണ്ട്, ഒരു വലിയൊരു പാഴ്സലാണ്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വലിയ പാഴ്സലാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബേബിയുടെ ബാത്ത് ടബാണ് കേട്ടോ. ഞാൻ ഈ കാണിച്ചതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് നെയിം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കൊന്നൊരു 3 വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി, നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇൻഫാൻസ്റ്റോ എന്നും പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ട ഒരു ബ്രഷും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഇത് കണ്ടില്ലേ, കുഞ്ഞിനെ കടത്തിയിട്ട് കുളിപ്പിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ്. വെള്ളം കളയാൻ വേണ്ടിയിട്ടൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സോപ്പും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്പേസിൽ വെക്കാട്ടോ. ഓവർ സ്പേസ് ഇതിന് വേണ്ടി വരുന്നില്ല. അപ്പം ഇതും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു പ്രൊഡക്റ്റ്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റാ.